ആസ്ട്രിക് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോയിലേജ് ഓഫ് ഡിഫറെന്റ് ഫുഡ് കമ്മോഡിറ്റീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് സ്പോയിലേജിനും സ്പോയിലേജിന്റെ ടൈപ്സും അതേപോലെ തന്നെ സ്പോയിലേജിന്റെ ബേസിസിൽ ഫുഡിന്റെ ക്ലാസിഫിക്കേഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന സെക്ഷൻസിൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡിൽ ഉണ്ടാകുന്ന സ്പോയിലേജ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, ഫിഷ് ആൻഡ് ഫിഷ് പ്രൊഡക്ട്സ്, അതുപോലെ മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ്, എഗ്, ഇങ്ങനെ ഓരോ ടൈപ്സ് ഓഫ് ഫുഡിലുള്ള സ്പോയിലേജും അതിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കോസിറ്റീവ് ഏജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി വരുന്ന സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടില് ഫുഡ് സ്പോയിലേജിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. എന്താണ് സ്പോയിലേജ് എന്ന് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ജസ്റ്റ് സ്പോയിലേജ് എന്താണെന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നോക്കാം. സ്പോയിലേജ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു ഫുഡില് എന്തെങ്കിലും ഫിസിക്കൽ ഫാക്ടർ മൂലം, ബയോളജിക്കൽ ഫാക്ടർ മൂലം, അതല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടർ മൂലം ഒരു ഫുഡിന്റെ ഘടനയിൽ, സ്ട്രക്ചറിൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അതിന്റെ കളറിലാകാം, അതിന്റെ ടേസ്റ്റിലാകാം, അല്ലെങ്കിൽ സ്മെല്ലിലാകാം, കൺസിസ്റ്റൻസിയിലാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഫുഡിൽ സംഭവിച്ചിട്ട് ദാറ്റ് ഫുഡ് ബിക്കെയിം അൺഫിറ്റ് ഫോർ കൺസെപ്ഷൻ അല്ലെങ്കിൽ അൺആക്സെപ്റ്റബിൾ ഫോർ കൺസെപ്ഷൻ, നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാതായി മാറുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫുഡ് സ്പോയിലായി എന്ന് പറയുന്നത്. ഫുഡ് സ്പോയിലേജ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് കരുതണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തതായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ഉണ്ടാവുന്ന ടൈപ്സ് ഓഫ് സ്പോയിലേജ് ഏതൊക്കെയാന്ന് നോക്കാം. Spoilage. The deterioration of raw vegetables and fruit may result from physical factors, action of their own enzymes, microbial actions, or combination of this. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസസിൽ സ്പോയിലേജ് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫാക്ടർ മൂലമാകാം, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ കാണപ്പെടുന്ന എൻസൈംസിന്റെ ആക്ഷൻസ് മൂലമാകാം, അതല്ലെങ്കിൽ ഇതിലേക്ക് ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസംസ് എൻട്രി ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സിന്റെ ഒക്കെ കോമ്പിനേഷന്റെ റിസൾട്ട് ആയിട്ടും ഫുഡിൽ സ്പോയിലേജ് സംഭവിക്കാം. അപ്പൊ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിൽ സ്പോയിലേജ് ഉണ്ടാവുന്നത് ഏതെങ്കിലും ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഇപ്പൊ ടെമ്പറേച്ചറിന്റെ ഒരു ഇത് മൂലം, അല്ലെങ്കിൽ അവിടുത്തെ മോയ്സ്ചർ കണ്ടന്റിന്റെ ആക്ഷൻ മൂലം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫാക്ടർ മൂലമോ, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ കാണപ്പെടുന്ന എൻഡോ എൻസൈംസ്, ദാറ്റ് മീൻസ് എൻസൈംസ് പ്രസന്റ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതിനുള്ളിൽ തന്നെയുള്ള എൻസൈംസിനെയാണ് എൻഡോ എൻസൈംസ് എന്ന് പറയുന്നത്. ഈ എൻഡോ എൻസൈംസിന്റെ ആക്ഷൻസ് മൂലം, അതല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ഷൻസ് മൂലം, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ഒക്കെ മൂലമാണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ സ്പോയിലേജ് ഉണ്ടാകുന്നത്. അപ്പൊ എൻസൈമാറ്റിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ സ്പോയിലേജിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിളിന്റെ ഒക്കെ കേസസിൽ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേന് അവിടെ എന്തായിട്ട് മാറുന്നു, ബ്രൗൺ കളറായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. കാരണം അതിനുള്ളിൽ ഫീനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിനെ ഫിനോളേസ് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതിന്റെ ഒക്കെ ആക്ഷൻ ആയിട്ട് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് അതിന്റെ സർഫസിൽ ഒരു ബ്രൗൺ കളർ ഡെവലപ്പ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്, ഫുഡ് സ്പോയിലേജ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസസിൽ എൻസൈംസ് മൂലം ഉണ്ടാകുന്ന സ്പോയിലേജിന് എക്സാമ്പിൾ ആയിട്ട് വേണം നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റും. Mechanical damage from action of animals, birds and insects, or from bruising, wounding, cutting, freezing, desiccation, or other mishandling action can enhance the entry and growth of microorganisms or increase the enzymatic actions. അപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിൽ സ്പോയിലേജ് സംഭവിക്കുന്ന ഒന്നെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് മൂലമാകാം, അല്ലെങ്കിൽ എൻസൈമാറ്റിക് ആക്ഷൻസ് മൂലമാകാം, അതല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ഷൻസ് മൂലമാകാം എന്ന് പറയും. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഫ്രൂട്ട്സിൽ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഡാമേജസ് സംഭവിച്ചാൽ മതി. ഇപ്പൊ ഹാർവെസ്റ്റിങ്ങിന്റെ ഒക്കെ സമയത്ത് നമ്മൾ അത് കട്ട് ചെയ്യുന്നതിന്റെ ഇതായിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ മരത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് പറിച്ച് താഴേക്ക് ഇടുമ്പോൾ അത് നല്ല ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ അതെന്താ ചതയാനുള്ള ചാൻസ് ഉണ്ട്, ബ്രൂസിങ് സംഭവിക്കാം, വൂണ്ടിങ് സംഭവിക്കാം, കട്ടിങ് ഇപ്പൊ കട്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഫ്രീസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട്, അതല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുമ്പോഴൊക്കെ അതിൽ മെക്കാനിക്കൽ ഡാമേജ് സംഭവിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ പഴുത്ത് പാകമായി നിൽക്കുമ്പോൾ നമുക്കറിയാം അതിലേക്ക് എന്നിട്ട് ആനിമൽസും ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടാണെങ്കിലും അതിൽ സ്പോയിലേജ് സംഭവിക്കാം. അപ്പം ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ
വെജിറ്റബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മെക്കാനിക്കൽ ഡാമേജസ് ഒക്കെ ഈ ഫ്രൂട്ട്സ് അല്ലെ വെജിറ്റബിൾസിൽ ഉണ്ടായാൽ എന്തൊക്കെ മെക്കാനിക്കൽ ഡാമേജസ് ആണ്? ഇപ്പൊ കട്ടിങ്, ബ്രൂസിങ്, അതുപോലെ ഫ്രീസിങ്, ഡെസിക്കേഷൻ, അങ്ങനെ പല മെക്കാനിക്കൽ ഡാമേജസ് ഫ്രൂട്ട്സിൽ ഉണ്ടായാൽ മൈക്രോ ഓർഗാനിസം പെട്ടെന്ന് തന്നെ ഈ ഫ്രൂട്ട്സിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഇപ്പൊ ഫ്രൂട്ട്സിൽ ഒരു കട്ടുണ്ട്, എന്തെങ്കിലും ഒരു ജസ്റ്റ് കട്ട് ചെയ്തൊരു പോർഷൻ ഉണ്ടെങ്കിൽ അതുവഴി ഓർഗാനിസംസ് അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് അതിനവിടെ നന്നായിട്ട് ഗ്രോ ചെയ്ത് അതിന്റെ ഗ്രോത്ത് അവിടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് സ്പോയിലേജ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് കൂടാണ്ട് തന്നെ എൻസൈമാറ്റിക് ആക്ഷൻസ് അവിടെ ഇൻക്രീസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ സ്പോയിലേജ് ഉണ്ടാവാം. Previous damage by plant pathogen may make part of the plant used as a food unfit for consumption or make way for growth or saprophyte in them, causing their spoil. Previous damage by plant pathogen may make part of plant used as food. ഇനി ഫുഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഏതെങ്കിലും പ്ലാന്റ് പതോജൻസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു പാർട്ട് നമ്മൾ എഡിബിൾ ആയിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്, സ്പോയിലേജിന് കാരണമാകാറുണ്ട്. Contact with the spoiling fruits and vegetables may cause transfer of microorganisms, causing spoilage and increasing wastage. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബാസ്ക്കറ്റിലേക്ക് നമ്മൾ നല്ല ഫ്രൂട്ടും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടും സ്പോയിൽഡ് ആയിട്ടുള്ള ഫ്രൂട്ടും സെയിം ബാസ്ക്കറ്റിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ, കെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പോയിൽഡ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ സ്പോയിൽഡ് ആയിട്ടുള്ള ഒരു ആപ്പിൾ അല്ലെങ്കിൽ സ്പോയിൽഡ് ആയിട്ടുള്ള ഒരു ടൊമാറ്റോ, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൊമാറ്റോ, രണ്ടും നമ്മൾ ഒറ്റ ഒരു ബാസ്ക്കറ്റിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി സ്പോയിൽഡ് ആയതിൽ നിന്ന് എന്താ ഫ്രഷ് ആയതിലേക്ക് ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രഷ് ഫ്രൂട്ട് അവിടെ പെട്ടെന്ന് തന്നെ സ്പോയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, ഇപ്പൊ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈം, അതല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടൈമിലൊക്കെ ഉള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് പോലും അതിന്റെ സ്പോയിലേജിന് കാരണമാവുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന അരി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എങ്ങനെ, അധികം മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത ഒരു എൻവയോൺമെന്റിലായിരിക്കും. ഇപ്പം അരിയൊക്കെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത ഒരു എൻവയോൺമെന്റൽ കണ്ടീഷനിലായിരിക്കും സ്റ്റോർ വെക്കുന്നത്. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിനെയും സംബന്ധിച്ചിടത്തോളം അതിന് പറഞ്ഞിട്ടായിട്ടുള്ള ഒരു ടെമ്പറേച്ചറും സ്റ്റോറേജിന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻസ് കാണും. ആ കണ്ടീഷൻസ് അല്ല എങ്കിൽ അവിടെ ഒബ്വിയസ്ലി ഓർഗാനിസംസ് എൻ്റർ ചെയ്തിട്ട് ആ ഫുഡ് പെട്ടെന്ന് തന്നെ സ്പോയിൽഡ് ആവാനുള്ള കാരണമാവുന്നുണ്ട്. The fitness of food for consumption is judged partially based on their maturity. If desired stage of maturity is greatly exceeded, the food may be considered inedible or even spoiled. അതുപോലെ തന്നെ ഒരു ഫുഡിന്റെ ഫിറ്റ്നസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഫിറ്റ്നസ് മീൻസ് അത് ഭക്ഷ്യയോഗ്യമാണോ, നമുക്ക് കൺസ്യൂം ചെയ്യാൻ ഓക്കെ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിന്റെ മെച്യൂരിറ്റി തന്നെയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിൽ. ഇപ്പം ഒരു ബനാന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആപ്പിൾ ആയിക്കോട്ടെ, ഇത് എപ്പോഴാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്? അത് മെച്യൂർ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ഫിറ്റ്നസ് ഫിറ്റ് ഫോർ കൺസപ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? അതിന്റെ ആ ഒരു മെച്യൂർ സ്റ്റേജ് തന്നെയായിരിക്കും. അതേസമയം ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസസിലാണെങ്കിൽ ഓവർ മെച്യൂർ ആയാലും സ്പോയിലേജിന് കാരണമാവുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ബനാന നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓവർ റൈപ്പൺ ആയി പോവുകയാണെങ്കിൽ ആ ബനാന നമുക്ക് പിന്നെ എന്താ കഴിക്കാൻ പറ്റില്ല അല്ലേ? അതിന്റെ തൊലി അല്ലെങ്കിൽ അതിന്റെ സ്കിന്നൊക്കെ എന്താവുന്നു? ബ്ലാക്ക് അല്ലെ ബ്രൗൺ കളർ ആവുന്നു. ഉള്ളിലേക്ക് ആ പഴുപ്പ് നന്നായിട്ടായിട്ട് ഉൾവശം എന്താ മഷി ഇന്റീരിയർ ആയിട്ട് മാറും. അപ്പൊ അതൊക്കെ എന്താണ്? സ്പോയിലേജിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. Diseases of vegetables and fruits may result from growth of an organism that obtain its food from the host, usually damaging it. അപ്പൊ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ഡിസീസസ് വരാറുണ്ട് അല്ലേ? നമ്മൾ ഓരോ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ പല ടൈപ്പ് ഡിസീസസിനെ കുറിച്ച് ഇനി വരുന്ന സെക്ഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിസീസ് വരാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിലേക്ക് ബയോളജിക്കൽ ഏജന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പതോജൻസ് ഫുഡിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലേക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾസിലേക്ക് പതോജൻസ് എൻറ്റർ ചെയ്തിട്ട് ആ ഹോസ്റ്റ് മീൻസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഈ ഹോസ്റ്റിലേക്കാണ് നമ്മുടെ ഓർഗാനിസംസ് എൻറ്റർ ചെയ്യുന്നത്. എൻറ്റർ ചെയ്തിട്ട് ഹോസ്റ്റിൽ നിന്ന് ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്തിട്ട് ആ ഓർഗാനിസംസ് അവിടെ നറിഷ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ഹോസ്റ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡാമേജ് സംഭവിക്കുന്നുണ്ട്. പിന്നെ നോൺ പതോജനിക് ഡിസീസസ് ഇൻക്ലൂഡ് ബ്രൗൺ ഹേർട്ട് ഓഫ് ആപ്പിൾസ് ആൻഡ് പിയേഴ്സ്, ബ്ലാക്ക് ഹേർട്ട് ഓഫ് പൊട്ടറ്റോ, ബ്ലാക്ക് ലീവ് സ്പെക്സ് ഓഫ് ക്യാബേജ്, റെഡ് ഹേർട്ട് ഓഫ് ക്യാബേജ്.
അപ്പൊ പതോജനിക് ഡിസീസസ് പ്ലാന്റ്സിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ പതോജനിക് ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിംപ്ലി ഇത്രയും പറഞ്ഞാൽ മതി. ഇപ്പൊ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺസ് മൂലം ഓർഗാനിസംസ് ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനുള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ അത് ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്തിട്ട് അതവിടെ സർവൈവ് ചെയ്യാൻ തുടങ്ങും, അത് കൂടുതലായിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ ഹോസ്റ്റിനെ അത് ഡാമേജ് ആക്കുന്നു. അങ്ങനെയാണ് നോർമലി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ ഒരു ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഓർഗാനിസംസിന്റെ ആക്ഷൻസ് കൂടാണ്ടും എന്താ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൊക്കെ ഡിസീസസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ നോൺ പതോജനിക് ഡിസീസ് എന്ന് പറയുന്നു. നോൺ പതോജനിക് ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ബ്രൗൺ ഹേർട്ട് ഓഫ് ആപ്പിൾ, അതുപോലെ തന്നെ പിയേഴ്സ്, ബ്ലാക്ക് ഹേർട്ട് ഓഫ് പൊട്ടറ്റോ, പൊട്ടറ്റോയിലൊക്കെ ബ്ലാക്ക് കളർ മാർക്കിങ്സ് വരുമല്ലോ, അതുപോലെ ബ്ലാക്ക് ലീഫ് സ്പെക്ക് ഓഫ് ക്യാബേജ്, ക്യാബേജ് ലീവ്സിലൊക്കെ ബ്ലാക്ക് കളേഴ്സ് വരുന്നത്, റെഡ് ഹേർട്ട് ഓഫ് ക്യാബേജ്, ഇതെല്ലാം എന്താണ് നോൺ പതോജനിക് ഡിസീസസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ സ്പോയിലേജ് എന്ന് പറയുമ്പോൾ തന്നെ ഫിസിക്കൽ ആയിട്ട് സ്പോയിലേജ് സംഭവിക്കാം, കെമിക്കൽ ആയിട്ട് സ്പോയിലേജ് സംഭവിക്കാം. എങ്കിലും സ്പോയിലേജിൽ ഒരു 19% റീസൺസ് എന്ന് പറയുന്നത് ബയോളജിക്കലി വരുന്ന സ്പോയിലേജ്, മെയിൻലി മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ഷൻ മൂലമാണ് സ്പോയിലേജിന്റെ ഒരു 90% സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മൈക്രോബിയൽ സ്പോയിലേജിന് കൊടുത്തിട്ടാണ് ഈ സെക്ഷൻസ് ഒക്കെ നോക്കുന്നത്. Microbial spoilage. Microbial spoilage arises due to plant pathogen acting on stem, leaves, flowers or root of plant on the fruit or other special part used as food. അപ്പം പ്ലാന്റ് പതോജൻ അതിപ്പോ ഒരു മൈക്രോ ഓർഗാനിസംസ്, ഇപ്പൊ ബാക്ടീരിയ, എർവീനിയ കെരോട്ടോവോറ, അല്ലെങ്കിൽ ബാക്ടീരിയ ആയിക്കോട്ടെ ഫംഗസ് ആയിക്കോട്ടെ ഏത് ഓർഗാനിസംസ് ആണെങ്കിലും പ്ലാന്റിന്റെ പല പാർട്ടിൽ ഇത് പോയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ സ്റ്റെമ്മിലാകാം, ലീവ്സിലാകാം, ഫ്ലവേഴ്സിലാകാം, റൂട്ടിലാകാം, ഫ്രൂട്ട്സിലാകാം. അങ്ങനെ പ്ലാന്റിന്റെ ഏത് പാർട്ടിലാണോ ഈ പതോജൻ പോയിട്ട് ആക്ട് ചെയ്യുന്നത് ആ പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്താ സ്പോയിലേജ് മൂലം ഡിസീസസ്, ഫുഡ് പോയിസണിങ് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഡിസീസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്പോയിലേജ്. ഇനിയത്തെ സെക്ഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ കാണപ്പെടുന്ന കോമൺ ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഏതൊക്കെയാണെന്നാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ കാണപ്പെടുന്ന കോമൺ ടൈപ്സ് ഓഫ് സ്പോയിലേജ് എന്തൊക്കെയാന്ന് നോക്കാം. സോ ഒന്നും കൂടി ഇൻട്രൊഡക്ഷൻ സെക്ഷൻസ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് സ്പോയിലേജ് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ സ്പോയിലേജിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതിൽ മെയിൻലി സ്പോയിലേജ് ഉണ്ടാവുന്നത് ഫിസിക്കൽ ഫാക്ടേഴ്സ് മൂലമാകാം, എൻസൈമാറ്റിക് ആക്ഷൻസ് മൂലമാകാം, അല്ലെങ്കിൽ മൈക്രോബിയൽ ആക്ഷൻസ് മൂലമാകാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടും ഡാമേജസ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ സംഭവിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ സ്പോയിലേജ് സംഭവിച്ചു. അങ്ങനെ സ്പോയിൽഡ് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന വഴിയാണ് മെയിൻലി ഹ്യൂമൻ ബീങ്സിലൊക്കെ ഫുഡ് ബോൺ ഡിസീസസ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഫ്രൂട്ട്സിൽ എങ്ങനെയൊക്കെ സ്പോയിലേജ് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി മെയിൻലി സ്പോയിലേജ് എന്ന് പറയുമ്പോൾ മൈക്രോബിയൽ സ്പോയിലേജ് ആണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ സംഭവിക്കുന്നത്. അതിൽ ഓരോ ടൈപ്സ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് സ്പോയിലേജസ് ആണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് ആണ്. എന്താണ് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്? ഇപ്പൊ കുറെ ടൈപ്പ് ഓഫ് സ്പോയിലേജസ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പഠിച്ചു പോകുന്ന ടൈമിൽ തന്നെ ഓരോ സ്പോയിലേജും അതിന് റീസൺ ആയിട്ടുള്ള ബയോളജിക്കൽ ഏജന്റ് അല്ലെങ്കിൽ ഓർഗാനിസം ഏതാണെന്ന് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ഇതിന്റെ ഫിഗർ ഞാൻ ആഡ് ചെയ്ത് വരുന്നുണ്ട്. സോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു പോവുക. ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്. അപ്പൊ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്, ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത് എന്തായാലും ഒരു ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് എർവീനിയ കെരോട്ടോവോറ. എന്താണ്? എർവീനിയ കെരോട്ടോവോറയാണ് മെയിൻ ആയിട്ടും ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നത്. So bacterial soft rot is caused by Erwinia keratopora related species, which are fermenters of pectins. അത് കൂടാണ്ട് സ്യൂഡോമോണസ് മാർജിനാലിസ്, ക്ലോസ്ട്രീഡിയം, ബാസിലസ് സ്പീഷീസ് ഹാവ് ബീൻ ഐസോലേറ്റഡ് ഫ്രം ദിസ് റൂട്ട്. അപ്പൊ ഇതൊക്കെ കൂടാണ്ട് മെയിൻ ആയിട്ടും ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നത് എർവീനിയ കെരോട്ടോവോറയാണ്. അപ്പൊ മെയിൻ ആയിട്ടും ബാക്ടീരിയൽ ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നത് എർവീനിയ കെരോട്ടോവോറയാണ്. അത് കൂടാണ്ട് മറ്റ് ഓർഗാനിസംസ് ആയിട്ടുള്ള സ്യൂഡോമോണസ് മാർജിനാലിസ്, Clostridium and Bacillus species have been isolated from this root.
It resulted in a water-soaked appearance, a soft, mushy consistency, often a bad odor. ഇപ്പൊ ബാക്ടീരിയൽ സോഫ്റ്റ് റൂട്ടിനുണ്ടോ ക്യാപ്സിക്കത്തിന്റെയൊക്കെ കേസസിൽ സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പോയിലേജ് ആണ് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ അഴുകത്തില്ലേ, അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്. വാട്ടർ സോക്ക്ഡ് അപ്പിയറൻസ്, അതിനകത്ത് വാട്ടർ ഇങ്ങനെ സോക്ക്ഡ് ആയിട്ട് അഴുകിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ബാഡ് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും വരുന്നത്. ബാഡ് ഓർഡർ ആയിരിക്കും, വാട്ടർ സോക്ക്ഡ് അപ്പിയറൻസ് ആയിരിക്കും, മഷി കൺസിസ്റ്റൻസി ആയിരിക്കും. ഇതാണ് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ടിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ടിന്റെ കോസിറ്റീവ് ഏജന്റ് ഓർത്തിരിക്കുക, മെയിൻലി കോസ് ചെയ്യുന്നത് എർവീനിയ കെറോട്ടോവോറയാണ്. ഇത് കൂടാണ്ട് സ്യൂഡോമോണസ് മാർജിനാലിസ്, ക്ലോസ്ട്രീഡിയം, ബാസിലസ് ഒക്കെയും കോസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ നമുക്ക് നോക്കാം, ഗ്രേ മോൾഡ് റോട്ട്. എന്താണ് ഗ്രേ മോൾഡ് റോട്ട്? അത് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്ന ബോട്ടൈറിസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. എന്താണ് ബോട്ടൈറിസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഈ ഗ്രേ മോൾഡ് റോട്ട് കോസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ബോട്ടൈറിസ് സിനേറി ആണ് പറയുന്നത്. A name derived from grey mycelial growth of the mold. It's favored by high humidity and warm temperature, causes disease in grapes. അപ്പം ഈ ബോട്ടൈറിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, ഇത് മെയിൻ ആയിട്ടും ഡിസീസ് കോസ് ചെയ്യുന്നത് ഗ്രേപ്സിന്റെ കേസസിലായിരിക്കും. ഇനി ഗ്രേ മോൾഡ് റോട്ട് എന്ന പേര് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബോട്ടൈറിസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗസിന്റെ മൈസീലിയുടെ കളർ ഗ്രേ ആയിരിക്കും. സോ ഇതൊരു ഫ്രൂട്ടില് ഈ ബോട്ടൈറിസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സിൽ ഗ്രേ കളർ മൈസീലിയൽ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേ മോൾഡ് റോട്ട് എന്ന് പറയുന്നത്. സോ ഗ്രേ മോൾഡ് റോട്ട് കോസ് ചെയ്യുന്ന ആരാണ്? ബോട്ടൈറിസ് സ്പീഷീസ് ആയിരിക്കും. എക്സാമ്പിൾ ബോട്ടൈറിസ് സിനേറി ആണ്. ഇത് മെയിൻ ആയിട്ട് സംഭവിക്കുന്ന വാം അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സിലാണ് ഗ്രേ മോൾഡ് റോട്ട് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് ആണ്. എന്താണ് റൈസോപ്പസ് സോഫ്റ്റ് റോട്ട്? റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നത് റൈസോപ്പസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് തന്നെയാണ്. എക്സാമ്പിൾ റൈസോപ്പസ് ടൊളോണിഫറം. A rot result that is often soft and mushy. The cottony growth of mold with the small black dots or sporangia often covers the masses of wood. അപ്പം റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് റൈസോപ്പസ് ടൊളോണിഫർ ആയിരിക്കും. ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ പുറത്ത് റൈസോപ്പസ് ടൊളോണിഫർ മൂലമാണ് ഈ ഒരു സ്പോയിലേജ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഫുഡ് ഐറ്റംസിന്റെ പുറത്ത് സ്മോൾ ബ്ലാക്ക് ഡോട്ട്സ് ഓഫ് സ്പൊറാഞ്ചിയം കാണാം. സ്പൊറാഞ്ചിയം എന്താണെന്നറിയാമല്ലോ, സ്പോസിന്റെ കവറിങ്ങിനെയാണ്, സ്പോസിന്റെ ഒക്കെ കവറിങ്ങിന് നമ്മൾ പറയുന്നതാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ പുറത്ത് നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ, ഇത് കണ്ടോ, ബ്ലാക്ക് കളറിൽ ഒരു കോട്ടണി അപ്പിയറൻസ് കാണാൻ സാധിക്കും. ഇവിടെയുണ്ട്, ഈ സൈഡിലൊക്കെ കാണപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്. അപ്പം 3 ടൈപ്പ് ഉള്ള സ്പോയിലേജസ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസസിൽ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് ആണ്. ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നത് എർവീനിയ കെറോട്ടോവോറ. അതിനകത്ത് സ്യൂഡോമോണസ് മാർജിനാലിസ് ഉണ്ടെന്ന് പറഞ്ഞു, ക്ലോസ്ട്രീഡിയം ഉണ്ടെന്ന് പറഞ്ഞു, ബാസിലസ് സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും സ്പീഷീസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല എങ്കിൽ ജസ്റ്റ് ഇത്ര ഓർത്തിരിക്കുക. ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ അതിന്റെ കോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്ന ബാക്ടീരിയ ആയിട്ടുള്ള എർവീനിയ കെറോട്ടോവോറയാന്ന് ഓർത്തിരിക്കുക. ദെൻ ഗ്രേ മോൾഡ് റോട്ട്. ഗ്രേ മോൾഡ് റോട്ട് എന്ന് പറയുമ്പോൾ വാം അല്ലെ ഹ്യൂമിഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഗ്രേ മൈസീലിയൽ ഗ്രോത്ത് അത് കോസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിന്റെ സർഫസിലായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് അത് മെയിൻലി കോസ് ചെയ്യുന്ന ബോട്ടൈറിസ് സിനേറി ആണ്. അപ്പൊ ഗ്രേ മോൾഡ് റോട്ട് കോമൺലി കാണപ്പെടുന്നത് ഗ്രേപ്സിലൊക്കെ ആയിരിക്കും. ദെൻ റൈസോപ്പസ് സോഫ്റ്റ് റോട്ട്. റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്ന ഒരു സ്മോൾ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള കോട്ടണി അപ്പിയറൻസ് ആയിരിക്കും ഫുഡ് ഐറ്റംസിന്റെ പുറത്ത് വരുന്നത്. അത് കോസ് ചെയ്യുന്ന റൈസോപ്പസ് സ്പീഷീസ് ആയിരിക്കും. എക്സാമ്പിൾ റൈസോപ്പസ് ടൊളോണിഫർ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആന്ത്രക്നോസ്. എന്താണ് ആന്ത്രക്നോസ്? ആന്ത്രക്നോസ് എന്ന് പറയുമ്പം കോസ് ചെയ്യുന്നത് ആരാണ്? കൊളിറ്റോട്രിക്കം ലിൻഡിമുത്തേനിയം. നെയിം ഓർത്തിരിക്കുക, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. വേറെ സ്ട്രീമിൽ നിന്ന് വരുന്നവർക്ക് ഈ ഒരു ടേംസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ബാക്ടീരിയാസിന്. ബട്ട് കോസിറ്റീവ് ഏജന്റ് ഓർത്ത് തന്നെ ഇരിക്കുക. ആന്ത്രക്നോസ് എന്ന് പറയുമ്പോഴത്തേന് കോസിറ്റീവ് ഏജന്റ് വരുന്നത് കൊളിറ്റോട്രിക്കം ലിൻഡിമുത്തേനിയം, അതുപോലെ കൊളിറ്റോട്രിക്കം കൊക്കോയിഡ്സ്,
മറ്റ് സ്പീഷീസും ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻലി എന്താണ്, ലീവ്സിലും ഫ്രൂട്ട്സിലൊക്കെ സ്പോട്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് കണ്ടോ, ആന്ത്രക്നോസ് നമ്മുടെ പംകിന്റെ ലീവ്സ് ആണ്, മത്തയുടെ ഒക്കെ ലീവ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഇലയിൽ ജസ്റ്റ് യെല്ലോ കളറിൽ സ്പോട്ട് ആയിട്ട് കാണുമല്ലോ, അതിനെയാണ് നമ്മൾ ആന്ത്രക്നോസ് എന്ന് പറയുന്നത്. കോസിറ്റീവ് ഏജന്റ് ആരായിരുന്നു? കൊളീറ്റോട്രിക്കം ലിൻഡിമുത്തീനിയം. ഓക്കെ അല്ലേ? അടുത്തത് ഏൾട്ടർനേറിയ റോട്ട്. ഏൾട്ടർനേറിയ റോട്ട് എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെയുണ്ട് ഓൾട്ടർനേറിയ സ്പീഷീസ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. മെയിൻലി ഓൾട്ടർനേറിയ ടെനീസ് ആണ് ഈ ഒരു കണ്ടീഷൻ കോസ് ചെയ്യുന്നത്. ഓൾട്ടർനേറിയ റോട്ട് എന്ന് പറയുമ്പോൾ അത് കോസ് ചെയ്യുന്നത് ഓൾട്ടർനേറിയ ടെനീസ് ആയിരിക്കും. ഏരിയാസ് ബിക്കെയിം ഗ്രീനിഷ് ബ്രൗൺ ഏർലി ഇൻ ദ ഗ്രോത്ത് ഓഫ് മോൾഡ്, ലേറ്റർ ടേൺ ടു ബ്രൗൺ ഓർ ബ്ലാക്ക് സ്പോട്ട്. അപ്പം ഓൾട്ടർനേറിയ റോട്ട് വന്നിട്ടുള്ള ഒരു ഫ്രൂട്ട് അല്ലെ വെജിറ്റബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഓർഗാനിസംസ്, ഓൾട്ടർനേറിയ ടെനീസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ഇപ്പോൾ ഒരു ഫ്രൂട്ടിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏർലി സ്റ്റേജിൽ അതിന്റെ സർഫസിൽ ഒരു ഗ്രീനിഷ് ബ്രൗൺ കളർ ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നെ അതൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്ക് മാറുന്നു. അടുത്തത് ബ്ലൂ മോൾഡ് റോട്ട്. ബ്ലൂ മോൾഡ് റോട്ട് എന്ന് പറയുമ്പോൾ പെൻസീലിയം ഡിജിറ്റേറ്റം ആണ് കോസ് ചെയ്യുന്നത്. ആരാണ്? പെൻസീലിയം ഡിജിറ്റേറ്റം ആണ് കോസ് ചെയ്യുന്നത്. The bluish green color that give the rot its name result from masses or spores of mold. അപ്പൊ പെൻസിലിയം ഡിജിറ്റേറ്റത്തിന്റെ ഒക്കെ സ്പോറിന്റെ കളർ ഒരു ഗ്രീനിഷ് ബ്ലൂ കളറില് സ്പോർസ് ആയിരിക്കും അത് ഫുഡിന് പുറത്ത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബ്ലൂ മോൾഡ് റോട്ട് എന്ന് പറയുന്നത്. ദെൻ ഡൗണി മൈൽഡ്യൂ. ഡൗണി മൈൽഡ്യൂ എന്ന് പറയുമ്പോഴത്തേന് അത് കോസ് ചെയ്യുന്ന ഫൈറ്റോത്തോറ ബ്രേമിയ ഒക്കെയാണ് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത്. ഫൈറ്റോത്തോറ ബ്രേമിയ ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. ദ മോൾഡ് ഗ്രോ ഇൻ വൈറ്റ് വൂളി മാസസ്. ഇവിടെ മോൾഡിന്റെ ഗ്രോത്ത് എങ്ങനെ, വൈറ്റ് കളറും വൂളി മാസസ് ഒക്കെ ആയിട്ടായിരിക്കും കോസ് ചെയ്യുന്നത്. അപ്പൊ ആന്ത്രസ്നോസ് എന്ന് പറയുമ്പോഴത്തേന് അത് കോസ് ചെയ്യുന്നത് കോളിറ്റോട്രിക്കം ലിൻഡിമുത്തേനിയം ആയിരിക്കും. ലീവ്സ് അല്ലെങ്കിൽ സീഡ് പോട്ടിലൊക്കെ നമുക്ക് എന്താണ് ഈ സ്പോട്സ് ആയിട്ടായിരിക്കും അത് കാണപ്പെടുന്നത്. ആൾട്ടർനേറിയ റോട്ട് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറിയ ടെനീസ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. ഗ്രീനിഷ് ബ്രൗൺ കളറിലായിരിക്കും ഫസ്റ്റ് കാണപ്പെടുന്നത്, അതിനുശേഷം അത് ബ്ലാക്ക് ബ്രൗണിലേക്ക് മാറുന്നു. ബ്ലൂ മോൾഡ് റോട്ട് എന്ന് പറയുമ്പോൾ പെൻസിലിയം ഡിജിറ്റേറ്റം ആണ് അത് കോസ് ചെയ്യുന്നത്. ഡൗണി മൈൽഡ്യൂ എന്ന് പറയുമ്പോൾ ഫൈറ്റോത്തോറ ബ്രേമി ഒക്കെ ആയിരിക്കും വൈറ്റ് വൂളി മാസസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ആന്ത്രസ്നോസിന്റെ പിക്ചർ ആണ് ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത്. ആന്ത്രസ്നോസ് എന്ന് പറയുമ്പോൾ അത് കോസ് ചെയ്യുന്നത് ആരായിരുന്നു? ലീവ്സിലൊക്കെ ജസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ സീഡ് പോട്ടിലൊക്കെ സ്പോട്സ് കാണപ്പെടുന്നതാണ് കോസ് ചെയ്യുന്നത് കൊളിറ്റോട്രിക്കം ലിൻഡിമുത്തേനിയം. സെക്കൻഡ് വൺ വരുന്നത് ബ്ലൂ മോൾഡ് റോട്ട് ആണ്. എന്താണ്? ബ്ലൂ മോൾഡ് റോട്ട്. ബ്ലൂ മോൾഡ് റോട്ട് പെൻസിലിയം ഡിജിറ്റേറ്റം ആയിരുന്നു കോസ് ചെയ്യുന്നത്. അപ്പൊ അതവിടെ സ്പോർസ് ഫോം ചെയ്യുന്ന ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനിഷ് ഷെയ്ഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ബ്ലൂ മോൾഡ് റോട്ട് എന്ന് പറയുന്നത്. കണ്ടോ, ബ്ലൂ മോൾഡ് റോട്ട്. ഇനി അടുത്തത് ആൾട്ടർനേറിയ റോട്ട്. ആൾട്ടർനേറിയ റോട്ട് കോസ് ചെയ്യുന്ന ആൾട്ടർനേറിയ ടെനിസ് ഒക്കെ കോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ആൾട്ടർനേറിയ റോട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്കത് ഗ്രീനിഷ് ബ്രൗൺ കളറിൽ കാണപ്പെടുന്നു ഏർലി സ്റ്റേജിൽ, അതിനുശേഷം ബ്ലാക്ക് ബ്രൗൺ കളറിലേക്ക് മാറുന്നു. ദെൻ ഡൗണി മൈൽഡ്യൂ എന്ന് പറയുമ്പോൾ ഫൈറ്റോത്തോറ ബ്രേവിയ സ്പീഷീസ് ഒക്കെയാണ് വൈറ്റ് വൂളി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത് വരുന്നത് വാട്ടറി സോഫ്റ്റ് റോട്ട്. എന്താണ്? വാട്ടറി സോഫ്റ്റ് റോട്ട്. വാട്ടറി സോഫ്റ്റ് റോട്ട് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്ന ഏജന്റ് ആരാണ്? സ്ക്ലിറോട്ടീനിയ സ്ക്ലിറോട്ടോറിയം. സ്ക്ലിറോട്ടീനിയ സ്ക്ലിറോട്ടോറിയം കോസ് ചെയ്യുന്ന കണ്ടീഷൻസ് വെജിറ്റബിൾസിലൊക്കെയാണ് വാട്ടറി സോഫ്റ്റ് റോട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റെം എൻഡ് റോട്ട് ആണ്. എന്താണ്? സ്റ്റെം എൻഡ് റോട്ട്. അത് കോസ് ചെയ്യുന്ന ഡിപ്ലോഡിയ, ആൾട്ടർനേറിയ, ഫൊമോപ്സിസ്, ഫ്യൂസേറിയ ഒക്കെയാണ് ആ ഒരു കണ്ടീഷൻ കോസ് ചെയ്യുന്നത്. ദെൻ ബ്ലാക്ക് മോൾഡ് റോട്ട് കോസ് ചെയ്യുന്ന ആരാണ്? ആസ്പെജിലസ് നിഗർ ആണ്. ഓക്കെ, സ്റ്റെം എൻഡ് റോട്ട് കോസ് ചെയ്യുന്ന ഡിപ്ലോഡിയ, ഫൊമോപ്സിസ്, ആൾട്ടർനേറിയ, ഫ്യൂസേറിയ ഒക്കെയാണ് സ്റ്റെം എൻഡ് റോട്ട് കോസ് ചെയ്യുന്നത്. അത് സ്റ്റെംസിന്റെ ഒക്കെ എൻഡിലായിട്ട്, ഫ്രൂട്ട് സ്റ്റെം എൻഡിലായിട്ട് വരുന്ന കണ്ടീഷൻ. ഇനി ബ്ലാക്ക് റോട്ടും ഉണ്ട്, ബ്ലാക്ക് മോൾഡ് റോട്ടും ഉണ്ട്. അത് തമ്മിൽ നിങ്ങൾക്ക് എന്താ തെറ്റിപ്പോയത്. ബ്ലാക്ക് മോൾഡ് റോട്ട് എന്ന് പറയുമ്പോൾ ആസ്പെജിലസ് നിഗർ ആണ്. ബ്ലാക്ക് റോട്ട് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറിയ സ്പീഷീസ്, അതുപോലെ സെറാസ്റ്റോമെല്ല, സെറാറ്റോസ്റ്റോമെല്ല, ഫൈസലോസ്പോറ ഒക്കെയാണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഇനി പിങ്ക് മോൾഡ് റോട്ട് ഉണ്ട്. പിങ്ക് മോൾഡ് റോട്ട് കോസ് ചെയ്യുന്ന ട്രൈക്കോത്തീസിയം റോസിയം. ആരാണ്? ട്രൈക്കോത്തീസിയം റോസിയം ആണ് പിങ്ക് മോൾഡ് റോട്ട് കോസ് ചെയ്യുന്നത്. അത് പിങ്ക് കളർ സ്പോർസ് ആയിരിക്കും അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്യൂസേറിയം റോട്ട് ഓൾറെഡി അറിയാലോ, ഫ്യൂസേറിയം സ്പീഷീസ് കോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ഫ്യൂസേറിയം റോട്ട്.
അപ്പൊ വാട്ടറി സോഫ്റ്റ് റോട്ട് ഉണ്ട്, അത് സ്ക്ലിറോട്ടീനിയ സ്ക്ലിറോഷ്യം ആണ് കോസ് ചെയ്യുന്നത്. ബ്ലാക്ക് മോൾഡ് റോട്ട് എന്ന് പറയുമ്പോഴത്തേന് അത് മെയിൻലി കോസ് ചെയ്യുന്ന ആരായിരുന്നു? ആസ്പെജിലസ് നിഗർ ആണ്. സ്റ്റെം എൻഡ് റോട്ട് എന്ന് പറയുമ്പോഴത്തേന് ഡിപ്ലോഡിയ, അതുപോലെ ഓൾട്ടർനേറിയ, ഫൊമോപ്സിസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. ബ്ലാക്ക് റോട്ട് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറിയ ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. ഫ്യൂസേറിയം റോട്ട് ഫ്യൂസേറിയ. പിങ്ക് മോൾഡ് റോട്ട് എന്ന് പറയുമ്പോഴത്തേന് അത് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് ട്രൈക്കോതീസിയം റോസിയം ആണ്. പിങ്ക് മോൾഡ് റോട്ട് എന്ന് പറയുമ്പോൾ അത് കോസ് ചെയ്യുന്നത് ട്രൈക്കോതീസിയം റോസിയം ആണ്. അടുത്തത് ഗ്രീൻ മോൾഡ് റോട്ട്. ഗ്രീൻ മോൾഡ് റോട്ട് മെയിൻലി കോസ് ചെയ്യുന്നത് ക്ലാഡോസ്പോറിയം ആണ്. ആരാണ്? ക്ലാഡോസ്പോറിയം. സംടൈം ബൈ ഗ്രീൻ സ്പോർഡ് മോൾഡ് ആയിട്ടുള്ള ട്രൈക്കോഡെർമയും കോസ് ചെയ്യാറുണ്ട്. ബ്രൗൺ റോട്ട് ചീഫ്ലി കോസ് ചെയ്യുന്ന സ്ക്ലിറോട്ടീനിയ തന്നെയാണ്. ദെൻ സ്ലൈംനെസ് അല്ലെങ്കിൽ സോറിംഗ് എന്ന് പറയുമ്പോഴത്തേന് കോസ്ഡ് ബൈ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ഇൻ പൈൽഡ് വെറ്റ് ഹീറ്റിംഗ് വെജിറ്റബിൾസ്. വെറ്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് വെജിറ്റബിൾസിലൊക്കെ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ കോസ് ചെയ്യുന്ന കണ്ടീഷനാണ് സ്ലൈംനെസ് അല്ലെങ്കിൽ സോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഗ്രീൻ മോൾഡ് റോട്ട് കോസ് ചെയ്യുന്ന ആരായിരുന്നു? ക്ലാഡോസ്പോറിയം അല്ലെങ്കിൽ ട്രൈക്കോഡെർമ. ബ്രൗൺ റോട്ട് സ്ക്ലിറോട്ടീനിയ. സ്ലൈംനെസ് അല്ലെങ്കിൽ സോറിംഗ് എന്ന് പറയുമ്പോൾ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. സോ കോമൺ ടൈപ്പ് ഓഫ് സ്പോയിലേജും അതിന് കോസിറ്റീവ് ഏജന്റും ആണ് ഇനിയും ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് ആണ്. എർവീനിയ കെരോട്ടോവോറ അല്ലെങ്കിൽ സ്യൂഡോമോണസ് മാർജിനാലിസ്, ബാസിലസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇത്ര ഓർത്തിരിക്കുക. ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി എർവീനിയ കെരോട്ടോവോറ. ഗ്രേ മോൾഡ് റോട്ട് എന്ന് പറയുമ്പോൾ ബോട്ടൈറിസ് സിനേറിയ. റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് എന്ന് പറയുമ്പോൾ റൈസോപ്പസ് ടൊളോണിഫർ അല്ലെങ്കിൽ നിഗ്രിഗൻസും വരാറുണ്ട്. ആന്ത്രക്നോസ് എന്ന് പറയുമ്പോൾ കൊളീറ്റോട്രിക്കം ലിൻഡിമുത്തേനിയം. ഓൾട്ടർനേറിയ ബ്ലൂ മോൾഡ് റോട്ട് പെൻസിലിയം ഡിജിറ്റേറ്റം. ഡൗണി മൈൽഡ്യൂ ഫൈറ്റോതോറ ബ്രേമിയ. വാട്ടറി സോഫ്റ്റ് റോട്ട് സ്ക്ലിറോട്ടീനിയ സ്ക്ലിറോട്ടോറിയം. സ്റ്റെം എൻഡ് റോട്ട് ഓൾട്ടർനേറിയ ഫൊമോപ്സിസ് ഫ്യൂസേറിയം. ബ്ലാക്ക് മോൾഡ് റോട്ട് അസ്പെജിലസ് നിഗർ. ബ്ലാക്ക് റോട്ട് ഓൾട്ടർനേറിയ സെറാറ്റോസ്റ്റൊമല്ല ഫൈസലോസ്പോറ. പിങ്ക് മോൾഡ് റോട്ട് ട്രൈക്കോതീസിയം റോസിയം. ഫ്യൂസേറിയം റോട്ട് ഫ്യൂസേറിയം. ഗ്രീൻ മോൾഡ് റോട്ട് ക്ലാഡോസ്പോറിയം ട്രൈക്കോഡെർമ. ബ്രൗൺ റോട്ട് സ്ക്ലിറോട്ടീനിയ. സ്ലൈംനെസ് കോസ് ചെയ്യുന്നത് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. സോ മെയിൻലി നമ്മളൊരു 16 ടൈപ്സോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിനെയും കോസിറ്റീവ് ഏജന്റ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. അപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസസിലുള്ള കോമൺ ടൈപ്സ് ഓഫ് സ്പോയിലേജ് ഒരിക്കൽ കൂടി ഞാൻ പറയാം. ജസ്റ്റ് അതിന്റെ പോസിറ്റീവ് ഏജന്റും എന്താണ് സ്പോയിലേജ് ടൈപ്പും അത്രയും മാത്രം ഓർത്തു പോകുക. ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് എർവീനിയ കെരോട്ടോവോറ. ഗ്രേ മോൾഡ് റോട്ട് എന്ന് പറയുമ്പോൾ ബോട്ടൈറിസ് സിനേറിയ. റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് എന്ന് പറയുമ്പോഴത്തേന് റൈസോപ്പസ് ടൊളോണിഫറ. ഓക്കെ, പിക്ചർ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തത് ആന്ത്രക്നോസ് കോസ് ചെയ്യുന്നത് കൊളീറ്റോട്രിക്കം ലിൻഡമുത്തേനിയം. ദെൻ ബ്ലൂ മോൾഡ് റോട്ട് ഉണ്ട്, അത് പെൻസിലിയം ഡിജിറ്റേറ്റിയം. ഓൾട്ടർനേറിയ ടെനിസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. അത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആ പിക്ചറിൽ കൂടെ പറഞ്ഞതുണ്ട്. ദെൻ ഡൗൺ മൈൽഡ്യൂ എന്ന് പറയുമ്പോൾ ഫൈറ്റോതോറ ബ്രേവിയ. പിന്നെ അടുത്തതായിട്ട് വാട്ടറി സോഫ്റ്റ് റോട്ട് ഉണ്ട്. വാട്ടറി സോഫ്റ്റ് റോട്ട് സ്ക്ലിറോട്ടീനിയ സ്ക്ലിറോട്ടോറിയം. ബ്ലാക്ക് മോൾഡ് റോട്ട് എന്ന് പറയുന്നത് ആസ്പെജിലസ് നിഗർ. സ്റ്റെം എൻഡ് റോട്ട് എന്ന് പറയുമ്പോഴത്തേന് ഫൊമോപ്സിസ്, അതുപോലെ ഡിപ്ലോഡിയ, ഫ്യൂസേറിയം, ഓൾട്ടർനേറിയ. ബ്ലാക്ക് റോട്ട് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറിയ ഒക്കെ കോസ് ചെയ്യുന്ന ഫ്യൂസേറിയം റോട്ട് ഫ്യൂസേറിയം. പിങ്ക് മോൾഡ് റോട്ട് എന്ന് പറയുമ്പോഴത്തേന് അത് ട്രൈക്കോതീസിയം റോസിയം. ദെൻ ഗ്രീൻ മോൾഡ് റോട്ട് എന്ന് പറയുമ്പോഴത്തേന് ക്ലാഡോസ്പോറിയം അല്ലെ ട്രൈക്കോഡെർമ. ബ്രൗൺ റോട്ട് സ്ക്ലിറോട്ടീനിയ. സ്ലൈംനെസ് കോസ് ചെയ്യുന്ന സാപ്രോഫൈറ്റിക് ബാക്ടീരിയാസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസിൽ കാണപ്പെടുന്ന സ്പോയിലേജ് ആണ്. ലില്ലി ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേന് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ആസ്പാരജസ്, ഒനിയൻ, ഗാർലിക്. സോ ആസ്പാരജസിൽ നോർമലി കാണപ്പെടുന്നത് ബാക്ടീരിയൽ സോഫ്റ്റ് റൂട്ട്. അപ്പം ഈ ഒരു ലില്ലി ഫാമിലിയിലുള്ള ആസ്പാരജസ് ആയിക്കോട്ടെ, ഒനിയൻ ആയിക്കോട്ടെ, ഗാർലിക് ആയിക്കോട്ടെ, ഇതിൽ കോമൺലി കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ ആണ് എന്ത് നമ്മുടെ ഈ ബാക്ടീരിയൽ സോഫ്റ്റ് റൂട്ട്.
കൂടാണ്ട് അസ്പാർജസിൽ കാണപ്പെടുന്ന മറ്റ് കണ്ടീഷൻസ് ആണ് ഫ്യൂസേറിയം റോട്ട്, ഫ്യൂസേറിയം ആണ് കോസ് ചെയ്യുന്നത്. ഗ്രേ മോൾഡ് റോട്ട്, അത് പെൻസിലിയം ഡിജിറ്റേറ്റം. ദെൻ ഫൈറ്റോത്തോറ റോട്ട്, ഫൈറ്റോത്തോറയാണ് കോസ് ചെയ്യുന്നത്. ദെൻ ബ്ലാക്ക് മോൾഡ് റോട്ട്, ഗ്രേ മോൾഡ് റോട്ട്, ഇതൊക്കെ മെയിൻലി ഒനിയനിലും ഗാർലിക്കിലും കാണപ്പെടുന്നു. പൾസ് അല്ലെ ലെഗ്യൂം ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേന് ഗ്രീൻ ബീൻസ് ഉണ്ട്, വാക്സ് ബീൻസ് ഉണ്ട്, ലിമ ബീൻസ് ഉണ്ട്. നോർമലി അതിൽ കോസ് ചെയ്യുന്ന കണ്ടീഷൻസ് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് ഉണ്ട്, ഗ്രേ മോൾഡ് റോട്ട് ഉണ്ട്, റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് ഉണ്ട്. പാസ്ലി ഫാമിലിയിലേക്ക് വരുമ്പം ക്യാരറ്റ് ഉണ്ട്, പാർസ്നിപ്സ് ഉണ്ട്, സിലറി ഉണ്ട്, പാസ്ലി ഉണ്ട്. കാണപ്പെടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്, ബ്ലാക്ക് റോട്ട് മെയിൻലി കോസ് ചെയ്യുന്ന ഓൾട്ടനേറിയ ഒക്കെയാണ്. ഫ്യൂസേറിയം റോട്ട് കോസ് ചെയ്യുന്ന ഫ്യൂസേറിയം ആണ്. ഗ്രേ മോൾഡ് റോട്ട് ഉണ്ട്, അത് കോസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോട്ടൈറസ് സിനേറിയ. വാട്ടറി സോഫ്റ്റ് റോട്ട് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാട്ടറി സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത് സ്ക്ലിറോട്ടീനിയ സ്ക്ലിറോട്ടോറിയം ആണ് വാട്ടറി സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നത്. ദെൻ അത് കൂടാണ്ട് പാർസ്നിപ്സിൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്, വാട്ടറി സോഫ്റ്റ് റോട്ട്, ഗ്രേ മോൾഡ് റോട്ട് ഒക്കെയാണ് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് വായിച്ചു പോകുന്നത്. ബീറ്റ്സിലേക്ക് വരുമ്പോഴത്തേന് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്, ബ്ലാക്ക് റോട്ട്, ബ്ലൂ മോൾഡ് റോട്ട്, അത് കോസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പെൻസിലിയം ഡിജിറ്റേറ്റം. ദെൻ ഫ്യൂസേറിയം റോട്ട്. ഇനി എൻഡിവ്സിന്റെ കേസസിൽ ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്, വാട്ടറി സോഫ്റ്റ് റോട്ട്, ഡൗണി മൈൽഡ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഫൈറ്റോത്തോറ ബ്രേവി ആണ് കോസ് ചെയ്യുന്നത്. ദെൻ ഗ്രേ മോൾഡ് റോട്ട്. ഇനി ഗ്ലോബ് ആർട്ടിച്ചോക്കിലേക്ക് വരുമ്പോൾ ഗ്രേ മോൾഡ് റോട്ട് ആണ് അവിടെ ഉണ്ടാകുന്ന ഡിസീസ്. ലെറ്റ്യൂസിലേക്ക് വരുമ്പോഴത്തേന് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്. ഇനി റുബാർബിലേക്ക് വരുമ്പോഴത്തേന് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ടും ഗ്രേ മോൾഡ് റോട്ടും ആണ് വരുന്നത്. സ്മോൾ ഫ്രൂട്ട്സിലേക്ക് വരുമ്പോഴത്തേന് ലൈക്ക് ബ്ലാക്ക്ബെറി, ഗ്രേപ്പ്, സ്ട്രോബെറിയിലേക്ക് വരുമ്പോഴത്തേന് ഗ്രേപ്സിലേക്ക് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ് നമ്മുടെ ഗ്രേ മോൾഡ് റോട്ട് എന്ന് പറയുന്നത്, ബോട്ടൈറസ് സിനേറിയ. അതുകൂടാണ്ട് ബ്ലൂ മോൾഡ് റോട്ട്, റൈസോപ്പസ് റോട്ട് ഒക്കെ വരാം. സ്ട്രോബെറിയുടെ കേസിൽ വരുന്ന മറ്റൊരു കണ്ടീഷൻ ആണ് ലെതർ റോട്ട്, അത് കോസ് ചെയ്യുന്ന ഫൈറ്റോത്തോറ കാക്ടോറം ആണ്. സിട്രസ് ഫ്രൂട്ട്സിലേക്ക് വരുമ്പോഴത്തേന് ലൈക്ക് ലെമൺ, ലൈം, അതുപോലെ ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ടിലേക്കൊക്കെ വരുമ്പോൾ കോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ഏൾട്ടനേറിയ റോട്ട്, ആന്ത്രസ്ഡോസ്, ബ്ലൂ റോട്ട്, എൻ സ്റ്റെം റോട്ട്. സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിലേക്ക് വരുമ്പോൾ ലൈക്ക് അവോക്കാഡോ, ബനാന, ഫ്ലക്സ്, ഡേറ്റ്സിലേക്കൊക്കെ വരുമ്പോൾ ആന്ത്രസ്നോസിന്റെ പോസിറ്റീവ് ഏജന്റ് ഓർത്തിരിക്കുക, ആരായിരുന്നു? കൊളിറ്റോട്രിക്കം ലിൻഡമുത്തേനിയം. റൈസോപ്പസ് റോട്ട്, അതുപോലെ ഫ്യൂസേറിയം, ഗ്ലിയോപോറിയം, പെസ്റ്റാലോഷ്യ, അതുപോലെ ഓൾട്ടനേറിയ റോട്ട്, ക്ലാഡോസ്പോറിയം റോട്ട്, ക്ലാഡോസ്പോറിയ കോസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് വരുന്നത്. സ്റ്റോൺ ഫ്രൂട്ട്സിലേക്ക് വരുമ്പോഴത്തേന് ഏൾട്ടനേറിയ, ഗ്രേ മോൾഡ് റോട്ട്, ബ്ലാക്ക് മോൾഡ് റോട്ട്, ബ്ലൂ മോൾഡ് റോട്ട്, ബ്രൗൺ റോട്ട്, ക്ലാഡോസ്പോറിയം റോട്ട്, അതുപോലെ റൈസോപ്പസ് റോട്ട്. പോംസ് ലൈക്ക് ആപ്പിൾ പിയേഴ്സിലേക്കൊക്കെ വരുമ്പോഴത്തേന് ബ്ലാക്ക് റോട്ട്, ബ്ലൂ മോൾഡ് റോട്ട്, ബ്രൗൺ റോട്ട്, ഗ്രേ മോൾഡ്, അതുപോലെ റൈസോപ്പസ് റോട്ട്, സ്പിനാച്ച്. Fungal spoilage of vegetables result in water-soaked mushy areas, while fungal rot of fleshy fruits like apple and peaches show brown or cream-colored areas in which mold mycelia are growing in tissues below skin and aerial hyphae and spores appear later. അപ്പൊ ഫംഗൽ സ്പോയിലേജ് മെയിൻലി ഫ്രൂട്ട്സിലാണ് സംഭവിക്കുന്നതെങ്കിൽ, ഫംഗൽ സ്പോയിലേജ് സംഭവിക്കുന്ന ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസസിൽ ഫംഗൽ സ്പോയിലേജ് സംഭവിച്ചാൽ മെയിൻലി ഫ്രൂട്ട്സിലൊക്കെ ഒരു മഷി ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വാട്ടർ സോക്കഡ് അഴുകിയതായിട്ടാണ് ഫ്രൂട്ട്സിൽ കാണപ്പെടുന്നത്. ഇനി സെയിം കാര്യം തന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ നമുക്ക് അഴുകിയതായിട്ട് കാണപ്പെടാം. ഫംഗൽ സ്പോയിലേജ് വെജിറ്റബിൾസിലാണ് വരുന്നതെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ അഴുകിയ ഒരു അപ്പിയറൻസ് ആയിരിക്കും. അതേസമയം ഫ്ലഷ് ഫ്രൂട്ട്സിന്റെ കേസസിലൊക്കെയാണ് ഫംഗൽ റോട്ട്സ് വരുന്നതെങ്കിൽ അതിന്റെ മൈസീലിയൽ ഗ്രോത്ത് നമുക്ക് അതിന്റെ സർഫസിൽ അപ്പിയർ ചെയ്യും. Some type of fungal spoilage may appear as dry rot, where infected area is dry, hard, often discolored. ഇതൊക്കെ കൂടാണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു വെജിറ്റബിൾസിന്റെ കേസിൽ ഫംഗൽ സ്പോയിലേജ് വരികയാണെങ്കിൽ മഷി വാട്ടർ സോക്ഡ് അപ്പിയറൻസ് ആണ്. ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസസിലേക്ക് റോട്ട്സ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ മൈസീലിയൽ ഗ്രോത്ത്, ഫംഗസിന്റെ മൈസീലിയൽ അല്ലെങ്കിൽ സ്പോർസ് ഒക്കെ സർഫസിൽ ആ കളർ വിസിബിൾ ആവുന്നുണ്ട്. ഇത് കൂടാതെ ഡ്രൈ റോട്ട് വരാം. ഡ്രൈ റോട്ട് എന്ന് പറയുമ്പോൾ സർഫസ് ഡ്രൈ, ഡിസ്കളേർഡ്, ഹാർഡ് ആയിട്ടിരിക്കുന്നു. ഇനി ജ്യൂസി ഫ്രൂട്ട്സിന്റെ കേസസിലൊക്കെ റോട്ട്സ് സംഭവിച്ചാൽ അവിടെ ലീക്കേജ് വരുന്നുണ്ട്. The composition of fruits or vegetables influence a likely type of spoilage also. So the factors that favor spoilage. സ്പോയിലേജിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഡാമേജ് ബൈ മെക്കാനിക്കൽ മീൻ, പ്ലാന്റ് പതോജൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ഡാമേജ് സംഭവിച്ച് അത് സ്പോയിലേജിന് കാരണമാകുന്നുണ്ട്.
അതുപോലെ അണ്ടർഗ്രൗണ്ട് പ്ലാന്റ്സ് പാർട്ടായിട്ടുള്ള റൂട്ട്, ട്യൂബേഴ്സ്, ബൾബ്, ഇപ്പൊ പൊട്ടറ്റോയുടെ ഒക്കെ കേസസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഇതിന്റെയൊക്കെ കേസസിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. പൊട്ടറ്റോ, റാഡിഷ്, ബീറ്റ്, ക്യാരറ്റ്, അപ്പൊ ഇതൊക്കെ എന്താണ് അണ്ടർഗ്രൗണ്ട് ആയിട്ടായിരിക്കും. ആർ ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് മോയിസ്റ്റ് സോയിൽ. അപ്പൊ ഇത് പെട്ടെന്ന് എന്താ സ്പോയിൽഡ് ആവുന്നുണ്ട്, കാരണം മോയിസ്റ്റ് സോയിലുമായിട്ട് ഇത് കോണ്ടാക്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് അത് സ്പോയിൽ ആവാനുള്ള കാരണമാണ്. സ്ട്രോബെറി, മെലൺ, കുക്കുംബർ എന്നൊക്കെ പറയുമ്പോൾ സർഫസ് ഓയിലുമായിട്ടാണ് അതിന് കോണ്ടാക്ട് വരുന്നത്. Leaves, stem, flowers as in lettuce, cabbage, asparagus exposed to be contamination by plant pathogen or damaged by birds and fruits. ലീവ്സ്, സ്റ്റെം, ഫ്ലവേഴ്സിന്റെ ഒക്കെ കേസസിൽ ഡാമേജസ് കോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബേർഡ്സ് ആകാം, ഇൻസെക്ട്സ് ആകാം, അല്ലെങ്കിൽ പ്ലാന്റ് പതോജൻസും കോസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ക്യാരക്ടേഴ്സ് ഓഫ് സ്പോയിലേജ്. സ്പോയിലേജിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ അത് സ്പോയിലേജിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ പ്രൊഡക്റ്റിനെയും അതുപോലെ അവിടുത്തെ ഏജന്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഏജൻസ് അല്ലെങ്കിൽ അറ്റാക്കിക് ഓർഗാനിസംസിനെയും ബേസ് ചെയ്തിരിക്കും. രണ്ട് പറയുന്നത് പറഞ്ഞാൽ വെൻ ഫുഡ് ഈസ് സോഫ്റ്റ് ആൻഡ് ജ്യൂസി, റോട്ട് വിൽ ബി സോഫ്റ്റ് ആൻഡ് മഷി, സം ലീക്കേജ് മേ ഒക്കെ. ഫ്രൂട്ട് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണെങ്കിൽ, ഇപ്പൊ ഫ്രൂട്ട് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ ജ്യൂസി ആണെങ്കിൽ അവിടുത്തെ റോട്ട് എന്ന് പറയുന്ന മഷി അല്ലെങ്കിൽ സോഫ്റ്റ് തന്നെയായിരിക്കാം. ചില ഓർഗാനിസംസ് ഡ്രൈയിങ് എഫക്റ്റ് കോസ് ചെയ്യാറുണ്ട്. ലെതറി റോട്ട് അല്ലെങ്കിൽ ഡിസ്കളേർഡ് സർഫസ്. അപ്പൊ ലെതറി റോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഫ്രൂട്ട്സിന്റെ കേസസിൽ വന്നപ്പം. സ്ട്രോബെറിയുടെ കേസസിൽ ഫൈറ്റോതോറ കാക്ടോറം കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെയാണ് അങ്ങനത്തെ ഡ്രൈ റോട്ട് അല്ലെങ്കിൽ ലെതറി റോട്ട്സ് ഒക്കെ സംഭവിക്കുന്നത്. Sometimes most of the mycelial growth of mold is subsurface and only is a rotten spot shows. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്പോയിലേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയുന്നത്. അത് വലിയ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം ഇങ്ങനെ സ്പോയിൽഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്താൽ ഒബിയസ്ലി നമുക്ക് എന്താണ് പല ടൈപ്പുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. സോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ പ്രിസർവേഷൻ മെത്തേഡ്സ് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഡീറ്റെയിലി നമ്മൾ നോക്കണില്ല. വെജിറ്റബിൾസിന്റെ കേസസിലാണെങ്കിൽ എസെപ്സിസ്, ഫ്രൂട്ട്സിലും എസെപ്സിസ് ചെയ്യാം. അതല്ലെങ്കിൽ വെജിറ്റബിൾ ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ മൈക്രോ ഓർഗാനിസംസുമായി കോണ്ടാക്ട് വരാണ്ട് സൂക്ഷിക്കുക. ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്ത് സൂക്ഷിക്കുക. ലോ ടെമ്പറേച്ചർ കെപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ലോ ടെമ്പറേച്ചർ കെപ്റ്റ് ചെയ്യുക. ചില്ല് ചെയ്യുക. വെജിറ്റബിൾസിലാണെങ്കിൽ ഹൈഡ്രോ കൂളിംഗ് ചെയ്യാം. ഫ്രൂട്ട്സിൽ CA സ്റ്റോറേജ്, ഫ്രീസിങ് ചെയ്യാം, ഡ്രൈയിങ് ചെയ്യാം, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം. അതുപോലെ ഇറേഡിയേഷൻസ് ഒക്കെ വഴി നമുക്ക് വെജിറ്റബിൾസിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇത് ചില്ലിങ്ങിന്റെ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. രണ്ട് CA സ്റ്റോറേജ് ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസസിൽ. ദെൻ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം, ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം, ഡ്രൈ ചെയ്ത് സൂക്ഷിക്കാം. ജസ്റ്റ് അതിന്റെ പിക്ചർ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നോക്കാനായിട്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് സ്പോയിലേജ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ സ്പോയിലേജ് ആയിരുന്നു പഠിച്ചത്. അപ്പൊ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ സ്പോയിലേജ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ സ്പോയിലേജ് ഉണ്ടാകുന്ന എന്തെങ്കിലും ഫിസിക്കൽ ഫാക്ടേഴ്സ് മൂലം, അതല്ലെങ്കിൽ ആ ഫ്രൂട്ട് വെജിറ്റബിളിലൊക്കെ ഉള്ള എൻസൈംസ്, എൻഡോ എൻസൈംസിന്റെ ആക്ഷൻസ് മൂലം, ഓർ മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ഷൻ മൂലം, ഓർ മെക്കാനിക്കൽ ഡാമേജസ് ഒക്കെ മൂലമാണ് മെയിൻലി ഫ്രൂട്ട്സ് അല്ലെ വെജിറ്റബിൾസിൽ സ്പോയിലേജ് സംഭവിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ടും സ്പോയിൽഡ് ഫ്രൂട്ടും തമ്മിൽ കോണ്ടാക്ട് വന്നാൽ സ്പോയിൽഡിൽ നിന്ന് ഫ്രഷിലേക്ക് ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്തിട്ടാണെങ്കിൽ സ്പോയിലേജ് സംഭവിക്കാം. അതല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, ഇതിങ്ങനെ പല റീസൺസിനാൽ സ്പോയിലേജ് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സ്പോയിലേജിന് മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. സോ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് സ്പോയിലേജിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് നോക്കി. ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നത് എർവീനിയ കെരോട്ടോവോറയാണ്. ദെൻ ഗ്രേ മോൾഡ് റോട്ട് ഉണ്ട്. ഗ്രേ മോൾഡ് റോട്ട് കോസ് ചെയ്യുന്നത് ബോട്ടൈറിസ് സിനേറിയാണ്. റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് ഉണ്ട്. റൈസോപ്പസ് ടൊളോണിഫർ ആണ് കോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആന്ത്രക്നോസ് ഉണ്ട്. ആന്ത്രക്നോസ് എന്ന് പറയുമ്പോഴത്തേന് കൊളീറ്റോട്രിക്കം ലിൻഡമുത്തേനിയം ആണ് കോസ് ചെയ്യുന്നത്. ഓൾട്ടർനേറിയ റോട്ട്, ഓൾട്ടർനേറിയ ടെനിസ് ആണ് കോസ് ചെയ്തത്. ബ്ലൂ മോൾഡ് റോട്ട്, പെൻസിലിയം ഡിജിറ്റേറ്റം. ഡൗണി മൈൽഡ്യൂ, ഫൈറ്റോതോറ ബ്രേമിയ. ഓക്കെ. Then watery soft root, Sclerotinia sclerotorium, Sclerotinia sclerotorium, black mold rot, Aspergillus niger, stem end rot, Phomopsis, Fusarium, അതൊക്കെയാണ് സ്റ്റെം എൻഡ് റോട്ട് കോസ് ചെയ്യുന്നത്. ഡിപ്ലോഡിയ. ദെൻ ബ്ലാക്ക് റോട്ട്, ഓൾട്ടർനേറിയ. ഫ്യൂസേറിയം റോട്ട്, ഫ്യൂസേറിയ.
പിങ്ക് മോൾഡ് റോട്ട് ട്രൈക്കോതീസിയം റോസിയം, ഗ്രീൻ മോൾഡ് റോട്ട് ക്ലാഡോസ്പോറിയം അല്ലെങ്കിൽ ട്രൈക്കോഡെർമ, ബ്രൗൺ റോട്ട് എന്ന് പറയുമ്പോഴത്തേന് സ്ക്ലിറോട്ടീനിയ, സ്ലൈംനെസ് എന്ന് പറയുമ്പോൾ സാപ്രോഫൈറ്റി ബാക്ടീരിയാസ്. സോ അത് ജസ്റ്റ് ഒരു ടേബിൾ വൈസ് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിയാലും മതി. ജസ്റ്റ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് ഡീറ്റെയിൽ നോക്കി നിങ്ങൾ തന്നെ ടേബിൾ ആക്കിയാൽ ഒറ്റൊരു ടൈം ഒന്ന് എഴുതുമ്പോൾ തന്നെ ഈ ഒരു നെയിം കൂടുതൽ ഫെമിലിയർ ആകും. കാരണം മൈക്രോ ഓർഗാനിസംസിന്റെ സയന്റിഫിക് ടേം ഈ ഒരു സ്ട്രീമിൽ അല്ലാത്തവർക്ക്, മൈക്രോബയോളജി സ്ട്രീമിൽ അല്ലാത്തവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. കാരണം നമ്മുടെ സിലബസിൽ ഏത് ഫുഡ് ഐറ്റംസിന്റെ സ്പോയിലേജ് ആണ് സ്പെസിഫൈ ചെയ്ത് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട ഓരോ ഫുഡ് ഐറ്റം ബേസിസ് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസസിൽ കോമൺലി വരുന്ന സ്പോയിലേജ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെക്ഷൻ ആയിട്ട് നോക്കിയാൽ മതി. ഇനിയും വരുന്ന സെക്ഷൻസ് നമുക്ക് ഇനി മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ്, ഫിഷ് ആൻഡ് ഫിഷ് പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ എഗ്ഗ്, പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, അങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസിന്റെ സ്പോയിലേജ് നോക്കാം. സോ ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയത് ഞാൻ കരുതുന്നു. താങ്ക് യു.